പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 12 അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഭരണ സംവിധാനത്തിൻ്റെ സ്ഥാപനങ്ങൾ. നമ്മളുടെ ഗൈഡിൽ 132 പേജ് എടുക്കട്ടോ. 132 പേജിലാണ് പറയുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് ദ കോമ്പോസിഷൻ ഓഫ് ദ നോബിലിറ്റി ഡ്യൂറിങ് ദ ഡൽഹി സുൽത്താനേറ്റ്. സുൽത്താനേറ്റ് ഭരണകാലഘട്ടങ്ങളിലെ പ്രഭുത്വ മേൽക്കോയ്മയുടെ ഘടന ചർച്ച ചെയ്യുക. ഇവിടെ പ്രഭുക്കന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഡൽഹി സുൽത്താന്മാരുടെ ഭരണകാലഘട്ടങ്ങളിൽ രാജാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനമുണ്ടായിരുന്നത് ആരായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു. ഈ പ്രഭുക്കന്മാർ പല സമയങ്ങളിലും രാജാക്കന്മാരെ സഹായിച്ചിരുന്നു. ഒരിക്കലും ഒരു രാജാവിന് മാത്രമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഈ രാജാവിനെ സഹായിക്കുവാൻ പ്രഭുക്കന്മാർ കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, രാജാവിൻ്റെ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കുകയും ചെയ്തിരുന്നു. അധികാരത്തിൽ ശത്രുക്കളെ കാര്യങ്ങളിലൊക്കെ രാജാവിനെ സഹായിച്ചിരുന്നു. നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. അതായത് ഈ രാജാവ് പ്രഭുക്കന്മാർക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പ്രഭുക്കന്മാരെന്ത് ചെയ്യും? രാജാവിനെതിരെ അക്രമം നടത്തുകയും അവരെ കീഴ്പ്പെടുത്തുക മീൻസ് അവരുടെ രാജസ്ഥാനം തെറിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പലപ്പോഴും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ബുക്കിൽ നോക്കൂ. ഡൽഹി സുൽത്താനേറ്റ് ഭരണകാലത്ത് രാജാവ് കഴിഞ്ഞാൽ അടുത്ത പ്രമുഖ സ്ഥാനം കൽപ്പിച്ചിരുന്നത് പ്രഭുക്കന്മാർക്കായിരുന്നു. അധികാരത്തിലിരുന്ന രാജാക്കന്മാരെ സഹായിച്ചിരുന്ന പ്രഭുക്കന്മാർ ചില സമയങ്ങളിൽ അധികാരം പിടിച്ചെടുക്കുകയും അശക്തരായ രാജാക്കന്മാരുടെ കാലത്ത് പുതിയ രാഷ്ട്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ രാജാവിൻ്റെ ബലഹീനതക്കനുസരിച്ച് പലപ്പോഴും പ്രഭുക്കന്മാർ ശക്തരായി മാറുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പ്രഭുവിൻ്റെ ജീവിതം തുടങ്ങുന്നത് സാധാരണ ഒരു അടിമയായിട്ടായിരിക്കും മിക്ക പ്രഭുക്കന്മാരും ഉണ്ടാവുക. രാജാവിൻ്റെ അടിമയോ അല്ലെങ്കിൽ മറ്റൊരു പ്രഭുവിൻ്റെ അടിമയായിട്ടായിരിക്കും ഈ പ്രഭുക്കന്മാർ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അവർ പടിപടിയായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ സ്ഥാനം അവർക്ക് ലഭിക്കുന്നത് അമീർ എന്ന പദവിയായിരുന്നു. അമീർ എന്നുള്ള പദവി, നേതാവ് എന്നുള്ള ഒരു പദവി, ലീഡർ എന്നുള്ള പദവി ലഭിക്കും. ആ പദവി ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കും. മാലിക്, രണ്ടാമത്തെ പദവിയാണ് മാലിക് എന്നുള്ള പദവി അവർക്ക് എന്ത് ചെയ്യും? ലഭിക്കും. ശേഷം പിന്നീടും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഖാൻ എന്ന് പറയുന്ന പദവി ലഭിക്കും. ഇപ്പം 3 പദവിയായി. സാധാരണ ഒരു അടിമ, അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അമീർ എന്ന പദവി അവർക്ക് ആദ്യം ലഭിക്കും. അതിനുശേഷം അവർ മാലിക്കാവും. അതിനുശേഷം അവർ ഖാൻ ആവും. എന്നിങ്ങനെ 3 പദവികളിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്? എത്തുന്നത്. ഇനി അമീർ എന്ന പദവിയിൽ എത്തുന്നതിന് മുമ്പ് ഇവർക്ക് സൈനിക പദവികളുണ്ടായിരുന്നു. സൈനിക മേഖലയിൽ പോവുകയാണെങ്കിൽ അവർക്ക് സൈനിക പദവി 2 എണ്ണമാണ്. അത് സിപ്പഹ് സലാർ, സർഗേൽ. സിപ്പഹ് സലാർ, സർഗേൽ എന്നീ 2 പദവികൾ അവർക്ക് നൽകിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇത്തരം പദവികൾക്ക് ഒരു ലിഖിത നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ലിഖിത നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന പദവി നൽകും. അങ്ങനെ ഒരു രേഖപ്പെടുത്തിയ നിയമമൊന്നുമില്ല. രാജാവ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് രാജാവ് സ്വന്തമായിട്ട് നൽകുന്നതാണ് ഈ ഒരു പദവികളെല്ലാം. അപ്പോൾ സിപ്പഹ് സലാർ, സർഗേൽ തുടങ്ങിയ സൈനിക പദവികളും അവർക്ക് ഉണ്ടായിരുന്നു. ഇനി അശക്തരായ ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളിൽ പ്രഭുക്കന്മാർ കൂടുതൽ ശക്തരാവുകയും അവർ പലപ്പോഴും ഭരണം അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രഭുക്കന്മാർ പലപ്പോഴും രാജാവിനൊരു തലവേദനയായിരുന്നു. അതുകൊണ്ട് പല ഡൽഹി രാജാക്കന്മാരും, ഡൽഹി സുൽത്താന്മാരും അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരെല്ലാം
പ്രഭുക്കന്മാരുടെ അധികാരം കുറക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അലാവുദ്ദീൻ ഖൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തുടങ്ങിയ രാജാക്കന്മാരെല്ലാം ഈ പ്രഭുക്കന്മാരുടെ അതിര് കടന്ന കൈക്കടത്തലുകൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ എതിർക്കുകയും ചെയ്തിരുന്നു. അവർക്ക് അത്രത്തോളം സ്ഥാനമേ നൽകിയിരുന്നുള്ളൂ എന്നർത്ഥം. ഇനി മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പട്ടാളങ്ങളിലും പ്രഭുക്കന്മാരിലും വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു സുൽത്താൻ ഭരണകാലത്തെ പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നത്. തുർക്കികൾ, അറബികൾ, അഫ്ഗാൻ വംശജർ, പേർഷ്യക്കാർ, ഈജിപ്തുകാർ, മുഗളന്മാർ, ഇന്ത്യക്കാർ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ പ്രഭുക്കന്മാരായി ഉണ്ടായിരുന്നു. പിന്നെ മിക്ക സമയങ്ങളിലും ഈ സൈനിക തലവന്മാരായിട്ടും ഭരണാധികാരികളായിട്ടും ഈ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായിട്ടൊക്കെ പ്രഭുക്കന്മാർ മുന്നിൽ നിന്നിരുന്നു. അപ്പോൾ രാജാവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭാഗമാണ് പ്രഭുക്കന്മാർ. പക്ഷെ അവർ അധികാരം അല്ലെങ്കിൽ അവർ ഓവറായി കഴിഞ്ഞാൽ പലപ്പോഴും രാജാക്കന്മാർക്ക് തലവേദന ആകാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യമാണ് ഡൽഹി സുൽത്താനേറ്റിലെ പ്രഭുക്കന്മാരുടെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് 133 പേജ് നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫങ്ഷനിങ് ഓഫ് വിസാറത്ത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലെ വിസാറത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? വിസാറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് വിസാറത്ത് എന്ന് പറയുന്നത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ സൈനികപരമായിട്ട് ധാരാളം ചെലവുള്ളത് കൊണ്ട് തന്നെ ഈ വിസാറത്ത് അല്ലെങ്കിൽ ധനകാര്യം എന്നുള്ളത് വളരെ മുഖ്യമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. ഈ ഭരണവ്യവസ്ഥയിലെ പ്രമുഖ വ്യക്തിയെ അല്ലെങ്കിൽ ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റ് തലവനെ നമ്മളെന്ത് പറയും? വാസിർ എന്ന് പറയും. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വിസാറത്ത് നടത്തുന്നത് അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ തലവനെ എന്ത് പറയും? വാസിർ എന്ന് പറയും. മിക്ക വാസിർമാരും ആദ്യ കാലഘട്ടങ്ങളിൽ സൈനിക നേതാക്കന്മാരായിരുന്നു. സൈനിക നേതാക്കന്മാരെയാണ് വാസിറായിട്ട് നിയമിക്കാറുള്ളത്. ഇവർ നല്ല കഴിവുള്ള ആളുകളായിരിക്കും. നല്ല അറിവുണ്ടായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. മറ്റുള്ള ആളുകളെക്കാൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളെയായിരിക്കും വാസിർമാരായിട്ട് നിയമിക്കാറുള്ളത്. ഇപ്പം 133 പേജിൽ നോക്കട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണവ്യവസ്ഥയിലെ പ്രമുഖ വ്യക്തിയായിരുന്നു വാസിർ. ഭരണവ്യവസ്ഥയിലെ പ്രമുഖ വ്യക്തിയായിരുന്നു വാസിർ. അതായത് രാജാവ്, മന്ത്രിമാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ലഭിക്കുന്നത് ആർക്കാണ്? വാസിർക്കാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ സൈനിക നേതാക്കന്മാരെയായിരുന്നു വാസിർമാരായിട്ട് നിയമിച്ചിരുന്നത്. ഇവർക്ക് നല്ല അറിവും അനുഭവ സമ്പത്തും ഉള്ള ആളുകളെയാണ് രാജാക്കന്മാർ സാധാരണയായിട്ട് വാസിർമാരായിട്ട് നിയമിക്കാറുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ വാസിർമാർ റവന്യൂ വിദഗ്ധരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. റവന്യൂ വിദഗ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങൾ നല്ല തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ ആണ് മിക്കവാറും വാസിർമാരായിട്ട് നിയമിച്ചിരുന്നത്. ഇവിടെ 2-3 ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ ഖ്വാജ ജഹാൻ എന്ന് പറയപ്പെടുന്ന ആളായിരുന്നു വാസിറായിട്ട് നിയമിച്ചിരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ ഖ്വാജ ജഹാൻ എന്ന് പറയുന്ന ആളായിരുന്നു വാസിർ. അദ്ദേഹം വളരെയധികം അറിവും വൈദഗ്ധ്യവുമുള്ള ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. മാത്രമല്ല അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സുൽത്താനാണല്ലോ, രാജാവാണ്. അദ്ദേഹം പല കലാപങ്ങൾക്കും അല്ലെങ്കിൽ യുദ്ധങ്ങൾക്കെല്ലാം ദൂരയാത്ര പോകുമ്പോൾ രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിച്ചതാരെയായിരുന്നു? ഈ ഖ്വാജ ജഹാൻ എന്ന് പറയുന്ന വിസാറത്തിനെയായിരുന്നു. അപ്പോൾ അത്രത്തോളം കഴിവുള്ള ആളുകളായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാരായിട്ട് വരുന്നത്. പിന്നെ മറ്റൊന്ന്,
ബാൽബൻ്റെ കാലഘട്ടങ്ങളിൽ എല്ലാ അധികാരം സുൽത്താൻക്ക് തന്നെയായിരുന്നു. പക്ഷേ അവിടെ വാസിർ വെറുമൊരു നിഴൽ മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചില രാജാക്കന്മാർ വാസിർമാർക്ക് അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാത്ത ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? ബാൽബൻ. പക്ഷേ ബാൽബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സുൽത്താൻമാരുടെ സുൽത്താൻ എന്ന് പറയും. സുൽത്താൻമാരിൽ നമ്പർ 1 ആയിരുന്നു ആര്? ബാൽബൻ. ബാൽബൻക്ക് ആരാവശ്യമൊന്നുമില്ല, വിസാറത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ ഒരു വാസിർ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ മറ്റൊന്ന് ഫിറോസ് ഷാ തുഗ്ലക്ക്, മറ്റൊരു രാജാവാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഖാൻ-ഇ ജഹാൻ എന്ന് പറയുന്ന ഒരാളെയാണ് വാസിറായിട്ട് നിയമിച്ചിരുന്നത്. അദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ വിശ്വസ്തനായിരുന്നു, നല്ല കഴിവുള്ള ആളായിരുന്നു. ഇദ്ദേഹം ഫിറോസ് ഷാ തുഗ്ലക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിദൂര യാത്രയെല്ലാം പോകുന്ന സമയത്ത് സുൽത്താൻ്റെ മുഴുവൻ ചുമതലകളും ഇദ്ദേഹത്തിനാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് വിസാറത്ത് എന്ന് പറയുന്നത്. വിസാറത്തിൻ്റെ തലവനെയാണ് വാസിർ എന്ന് പറയുന്നത്. മിക്ക വാസിർമാരും സൈനിക നേതാക്കന്മാരായിരുന്നു. നല്ല കഴിവുള്ള ആളുകളെയാണ് വാസിർമാരായിട്ട് നിയമിക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 134 പേജിൽ ഡിസ്കസ് ദ ഫങ്ഷനിങ് ഓഫ് ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ സുൽത്താനേറ്റ്. സുൽത്താനേറ്റിൻ്റെ കീഴിലെ പ്രാദേശിക ഭരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക. ഡൽഹി സുൽത്താൻമാരുടെ പ്രാദേശിക ഭരണത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ രാജ്യങ്ങളെ പല മേഖലകളാക്കി തരംതിരിച്ചിരുന്നു. അവയെ ഇക്താസ് എന്നാണ് പറയുന്നത്. ഇക്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ രാജ്യത്തെ പല മേഖലകളാക്കി തരംതിരിച്ചിരുന്നു. ഇതിനെയാണ് ഇക്താസ് എന്ന് പറയുന്നത്. ഇനി ഇക്തകൾ ഭരിക്കുന്നത് ആരായിരുന്നു? മുഗ്ദികളായിരുന്നു. ഇക്തകൾ ഭരിക്കുന്നത് മുഗ്ദികളായിരുന്നു. ഇനി മുഗ്ദിക്ക് മറ്റൊരു പേരുണ്ട്, വാലി എന്ന് പറയും. മുഗ്ദിയുടെ മറ്റൊരു പേരാണ് വാലി എന്ന് പറയും. ഇനി ഇക്തകൾ പ്രവിശ്യക്കും മുഗ്ദികൾ ഗവർണർക്കും തുല്യമായിരുന്നു. അതായത് ഇക്തയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു കണക്കാക്കപ്പെടുന്നതാണ് നമ്മൾ പ്രവിശ്യകളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രാജ്യത്തിനെ പല പ്രവിശ്യകളാക്കി തിരിച്ചു എന്ന് പറയില്ലേ. അപ്പോൾ ഇക്തകൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ എന്ന് പറയും. മുഗ്ദി, ഇക്ത ഭരിക്കുന്ന വ്യക്തി ആരാണ്? മുഗ്ദിയാണ്. പ്രവിശ്യ ഭരിക്കുന്ന വ്യക്തി ആരാണ്? ഗവർണർമാരായിരിക്കും. അപ്പോൾ അവർ പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇക്ത എന്ന് പറഞ്ഞാലും ഒരേ സ്ഥാനമാണ്. അതുപോലെ മുഗ്ദി എന്ന് പറഞ്ഞാലും ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരേ സ്ഥാനമാണ് വരുന്നത്. ഇനി ഇക്തയുടെ പരിപൂർണമായ ചുമതല ആർക്കായിരുന്നു? മുഗ്ദിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഭൂനികുതി പിരിക്കുക. ഒന്നാമത്തെ കാര്യം ഭൂനികുതി പിരിക്കുക. രണ്ടാമത്തത് ക്രമസമാധാന നില ഉറപ്പുവരുത്തുക. ഈ 2 കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? മുഗ്ദിക്കായിരുന്നു. ഭൂനികുതി പിരിക്കുക, ക്രമസമാധാനം ഉറപ്പുവരുത്തുക. എന്താ ക്രമസമാധാനം എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോഴത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, ആ അക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ലാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്രമസമാധാനം നിലനിർത്തുക, ഭൂനികുതി പിരിക്കുക, ഈ 2 ഉത്തരവാദിത്വം മുഗ്ദിക്കായിരുന്നു. ഇനി ഈ മുഗ്ദിമാർ പിരിച്ചെടുത്ത നികുതിയിൽ നിന്ന് സൈനികരുടെ വേതനം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുക ഗവൺമെൻറ്റിന് നൽകണം. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കും അതാത് സൈനികരുണ്ടായിരിക്കും. ആ സൈനികരുടെ ചെലവുകൾ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുക കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? മുഗ്ദികളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നമ്മൾ ഇക്തകൾ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവിശ്യകൾ എന്ന് പറഞ്ഞു. ഈ പ്രവിശ്യകളെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്, വെറും ചെറുതാക്കുന്നു. പ്രവിശ്യകളെ ശിക്കുകളായി തരംതിരിച്ചു. ഇപ്പോൾ പ്രവിശ്യകളെ വീണ്ടും തരംതിരിക്കുമ്പോൾ ശിക്കുകൾ. ഇനി ശിക്കുകളെ പർഗാനകളാക്കി തരംതിരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ രാജ്യം, സംസ്ഥാനം, ജില്ല, പിന്നെ മണ്ഡലങ്ങൾ, താലൂക്ക്, പഞ്ചായത്ത് എന്നൊക്കെ പറയല്ലേ. ഇതുപോലെ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ ആദ്യം ഇക്തകൾ, പിന്നെ അല്ലെങ്കിൽ പ്രവിശ്യകളെ ശിക്കുകളാക്കി തരംതിരിച്ചു, ശിക്കുകളെ പർഗാനകളാക്കി തരംതിരിച്ചു. ഇനി അതിന് ശേഷമാണ് താഴെ വരുന്നതാണ് ഗ്രാമങ്ങൾ. ഇനി 100 ഗ്രാമങ്ങൾ ചേർന്നതിനെ സാദിസ് എന്ന് പറയും.
100 ഗ്രാമങ്ങൾ ചേർന്നതിനെ സാദിസ് എന്ന് പറയും. 84 ഗ്രാമങ്ങൾ ചേർന്നതിനെ ചൗരാസിസ് എന്ന് പറയും. 100 ഗ്രാമങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ സാദിസ്, 84 ഗ്രാമങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ചൗരാസിസ് എന്ന് പറയും. ഇനി പർഗാനകൾ ഭരിച്ചിരുന്നത് ആരായിരുന്നു? അമിലായിരുന്നു. പർഗാനകൾ ഭരിച്ചിരുന്നത് അമിലായിരുന്നു. ഇനി ചൗരാസിസുകളുടെ തലവൻ, അതായത് ചൗരാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 ഗ്രാമങ്ങൾ ചേർന്നതിനെ നമ്മൾ ചൗരാസിസ് എന്ന് പറയും. ചൗരാസിസിൻ്റെ തലവനെ ചൗധുരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ചൗരാസിസ് എന്ന് പറഞ്ഞാൽ 84 ഗ്രാമങ്ങൾ ചേർന്നതിനെ ചൗരാസിസ് എന്ന് പറയും. അതിൻ്റെ തലവൻ ആരാണ്? ചൗധുരി ആയിരുന്നു. ഇനി ഏറ്റവും താഴേക്കടയുള്ളത് ഗ്രാമങ്ങളാണ്, അറിയാമല്ലോ. ഏറ്റവും താഴേക്കടയുള്ളത് ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങളിൽ പ്രധാനമായിട്ടും 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരാണ് മുക്കദ്ദമകൾ, ഗുട്ടുകൾ. ഗുട്ടുകൾ, മുക്കദ്ദമകൾ. ഗുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂ ഉടമകളായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥന്മാരെ ഗുട്ടുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി മുക്കദ്ദമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തലവന്മാർ. ഗ്രാമത്തലവന്മാരെ മുക്കദ്ദമുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. പേരുകളൊക്കെ പഠിച്ചു നോക്കണ്ട. 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 20 മാർക്കാണ് നമുക്ക് 1 മാർക്കിൻ്റെ ഓപ്ഷനിലായിട്ട് വരുന്നത്. അതിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഗുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭൂമി ഉടമകൾ, ഭൂ ഉടമകൾ. മുക്കദ്ദമകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തലവന്മാർ. ഇനി ഗ്രാമത്തിലെ കണക്കെഴുതുന്ന ആളുകളെ പട്വാരി എന്നാണ് പറയുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഗ്രാമത്തിലെ കണക്കെഴുത്തുകാരനെ പറയുന്ന പേരാണ് പട്വാരി. പട്വാരി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ കണക്കെഴുതുന്ന ആൾ. ഇനി ഗ്രാമത്തിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കുന്നത് കോത്വാളായിരുന്നു. ആരായിരുന്നു? കോത്വാള്. കോത്വാളാണ് ഗ്രാമത്തിലെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിലെ പ്രാദേശിക ഭരണത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 135-ാമത്തെ പേജിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ ഫങ്ഷനിങ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അണ്ടർ ദ മുഗൾസ്. മുഗൾ രാജാക്കന്മാരുടെ കീഴിലെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് മുഗളന്മാരുടെ ഭരണ സമ്പ്രദായമാണ് ഇനി പറയുന്നത്. മുഗളന്മാർ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിനെ 3 ഭാഗങ്ങളാക്കി തരംതിരിച്ചിരുന്നു. അതിലൊന്നാമത്തത് കേന്ദ്രഭരണം. രണ്ടാമത്തത് പ്രവിശ്യ ഭരണം. 2 പ്രവിശ്യ ഭരണം. 3 പ്രാദേശിക ഭരണം. ഇതിലൊന്നാമത്തത് കേന്ദ്രഭരണമാണ്. അതായത് മുഗൾ ചക്രവർത്തിമാരുടെ കീഴിൽ വളരെ കാര്യക്ഷമതയുള്ള ഒരു ഭരണ സംവിധാനം തന്നെ കേന്ദ്രീകൃതമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ 1-ാം സ്ഥാനം ഉണ്ടായിരുന്നത് ചക്രവർത്തിക്കാണ്. മുഗൾ ചക്രവർത്തിയായിരുന്നു എല്ലാത്തിൻ്റെയും തലവൻ. നമ്മൾ കേന്ദ്രീകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കേന്ദ്രീകരിക്കുക എന്ന് പറയില്ലേ, അത് രാജാവിൽ അല്ലെങ്കിൽ ചക്രവർത്തിയിലാണ് കേന്ദ്രീകരണം ഉണ്ടായിരുന്നത്. ഇനി രാജാവിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ വാക്കാരായിരുന്നു ചക്രവർത്തിയായിരുന്നു. ഇനി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും അവരുടെ ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുവാനുള്ള അധികാരമാർക്കായിരുന്നു? ചക്രവർത്തിക്കായിരുന്നു. അപ്പോൾ ഒന്നാമത്തത് കേന്ദ്രഭരണം, അതിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ചക്രവർത്തിക്കാണ്. ഇനി ചക്രവർത്തിയുടെ താഴെ വരുന്ന ആളാണ് വക്കീൽ എന്ന് പറയുന്നത്. 136-ാമത്തെ പേജ് നോക്കൂട്ടാ. വക്കീൽ, അതായത് ചക്രവർത്തി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ളത് വക്കീലിനാണ്. വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി, നമ്മൾ അറിയാമല്ലോ, പ്രൈം മിനിസ്റ്റർ. ഇന്ന് ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ 1-ാം സ്ഥാനമാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുമല്ലോ. അപ്പോൾ ഇവിടെ മുഗളന്മാരുടെ കാലഘട്ടങ്ങളിൽ ആദ്യം ചക്രവർത്തി, അതിൻ്റെ താഴെ വക്കീൽ. വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി എന്ന് പറയാം. ഇവർക്ക് സിവിലും സൈനികവുമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു.
സിവിൽ, ക്രിമിനൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. സിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ക്രിമിനൽ അല്ലാത്തത്, ക്രിമിനൽ കുറ്റങ്ങളെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതല്ലാത്ത നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, അതേതിൽ വരുന്നതാണ്? സിവിൽ കുറ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ സിവിൽ പരമായിട്ടും സൈനികവുമായിട്ടുള്ള അധികാരങ്ങൾ, സൈന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അതുമായിട്ടുള്ള അധികാരങ്ങളൊക്കെ ആർക്കായിരുന്നു? ഈ പ്രധാനമന്ത്രിക്കായിരുന്നു. ഇനി മൂന്നാമത്തത്, അടുത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലവനാണ് ദിവാൻ എന്ന് പറയുന്നത്. അതായത് ധനകാര്യ വകുപ്പ്, ധനകാര്യ വകുപ്പിൻ്റെ തലവനാണ് ദിവാൻ ഇ കുൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ ധനകാര്യ വകുപ്പിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്താണ്? സൈനികപരമായിട്ട് വലിയ ചെലവ് വരുന്നത് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇവിടെ മുഗളന്മാരുടെയും ഇതേപോലെ തന്നെയാണ്, ധനകാര്യ വകുപ്പാണ് ദിവാൻ എന്ന് പറയുന്നത്. ആ ദിവാൻ ഇ കുൽ ആയിരുന്നു ധനകാര്യ വകുപ്പിൻ്റെ തലവൻ. ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, മുഗൾ ഭരണകാലഘട്ടങ്ങളിൽ ധനകാര്യ വകുപ്പിൻ്റെ തലവനെ പറയുന്ന പേര് ദിവാൻ ഇ കുൽ എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സാമ്രാജ്യത്തിലെ എല്ലാ പണമിടപാടുകളും ദിവാൻ്റെ കൈകളിൽ കൂടിയാണ് നടന്നിരുന്നത്. ദിനം പ്രതിയുള്ള, ദൈനംദിനം അല്ലെങ്കിൽ എല്ലാ ദിവസേനയുള്ള പണത്തിൻ്റെ റെക്കോർഡുകൾ അത് സൂക്ഷിക്കുകയും വരവ് ചെലവുകൾ എഴുതി തയ്യാറാക്കണം, അത് ചക്രവർത്തിയെ ഏൽപ്പിക്കുകയും ചെയ്യണം. ആ ജോലി ആർക്കാണുള്ളത്? ദിവാൻ ഖാന് ഉള്ളത്. ഇനി ദിവാൻ്റെ താഴെ അദ്ദേഹത്തിന് പ്രവർത്തികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ചുമതല ആർക്കാണുള്ളത്? ദിവാൻ ഖാണ് ഉള്ളത്. ഇനി ദിവാൻക്കും എന്തുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലുള്ള ചില അധികാരങ്ങൾ, സ്വതന്ത്രങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഭരണാധികാരിയാണ് മിർ ബക്ഷി. ഇതൊക്കെ ഒരു മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊക്കെ വരാവുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്നതൊക്കെ. നെക്സ്റ്റ് വരുന്നതാണ് മിർ ബക്ഷി. മിർ ബക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക വകുപ്പിൻ്റെ തലവൻ. മുഗൾ ഭരണകാലഘട്ടങ്ങളിലെ സൈനിക വകുപ്പിൻ്റെ തലവനെയാണ് മിർ ബക്ഷി എന്ന് പറയുന്നത്. പേര് മറക്കരുത്, മിർ ബക്ഷി സൈനിക വകുപ്പിൻ്റെ തലവൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി സൈന്യത്തിലേക്ക് ആളെ ചേർക്കുക, പിന്നെ സൈന്യത്തിനെ യുദ്ധത്തിന് വേണ്ടി സന്നദ്ധമാക്കുക, പിന്നെ സൈന്യത്തിൻ്റെ അച്ചടക്കം നിലനിർത്തുക. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും മിർ ബക്ഷിയുടെ ചുമതല വരുന്നത്. ഇനി ഇതിനെ കൂടാതെ അദ്ദേഹം ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം. അതായത് ഇതിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, സൈനികർ, അവരുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അടങ്ങുന്ന ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? മിർ ബക്ഷിക്കാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മിർ സാമാൻ. അടുത്തൊരു തലവനാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് നേതാവാണ് മിർ സാമാൻ എന്ന് പറയുന്നത്. അതായത് കാർഖാനകളുടെ ഭരണത്തലവൻ. കാർഖാനകൾ, കാർഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുക, സൂക്ഷിക്കുക, അവയെയാണെന്ന് പറയുന്നത്. അതിന് പറയുന്ന സ്റ്റോർ ഉണ്ടല്ലോ, സ്റ്റോറോ അല്ലെങ്കിൽ അതിന് പറയുന്ന പ്രത്യേക സ്ഥലത്തിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക കെട്ടിടത്തെയാണ് കാർഖാനകൾ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പാഠത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാർഖാനകളുടെ തലവനെയാണ് മിർ സാമാൻ എന്ന് പറയുന്നത്. കാർഖാനകളുടെ തലവനെയാണ് മിർ സാമാൻ എന്ന് പറയുന്നത്. 137-ാമത്തെ പേജ് നോക്കൂട്ടോ. മുഗൾ കാലഘട്ടത്തിലെ രാജകീയ കാർഖാനകളുടെ ഭരണത്തലവനായിരുന്നു മിർ സാമാൻ. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം രാജകീയ വസതിയിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുക, അതിൻ്റെ കൂടെ കാർഖാനകളിലുള്ള വസ്തുക്കളുടെ കണക്കുകൾ സൂക്ഷിക്കുക. അതായത് രാജകൊട്ടാരത്തിലേക്ക് നിർമ്മിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം വഹിക്കുക. അതിന് എന്തെല്ലാം ചിലവുകൾ വരുന്നുണ്ട്, എത്ര ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു, ഇനി എത്ര ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട് തുടങ്ങിയ. കാരണം ഈ രാജകീയ കൊട്ടാരത്തിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾ വലിയ വിലപിടിപ്പുള്ളതായിരിക്കും അല്ലേ. സ്വർണ്ണങ്ങൾ, വെള്ളി, മുത്തുകൾ, പവിഴങ്ങളൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ.
അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? മിർസാമാൻക്കാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മുഖ്യ കാസി. അതായത് മതപരമായ ഭരണകാര്യങ്ങളിലെ തലവനെയാണ് മുഖ്യ കാസി എന്ന് പറയുന്നത്. മുഖ്യ കാസി എന്ന് പറഞ്ഞാൽ മതപരമായ ഭരണകാര്യങ്ങളിലെ തലവനെയാണ് മുഖ്യ കാസി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ശരീഅത്ത് നിയമങ്ങളുടെ സംരക്ഷണം. ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിലെ നിയമങ്ങളുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ നിയമങ്ങൾ, മതത്തിലെ നിയമങ്ങളെയാണ് ശരീഅത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു മുഖ്യ കാസിയുടെ ചുമതല. ഈ മതപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. ഉലമാക്കൾ, മതപരമായ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെയാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. ആ ഉലമാക്കളുടെ തലവൻ ആരായിരിക്കും? മുഖ്യ കാസി ആയിരിക്കും. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് മതപരമായ കാര്യങ്ങൾ എത്തിക്കുക. ഇസ്ലാം മതം, മുസ്ലിങ്ങളുടെ മതത്തിൻ്റെ കാര്യങ്ങൾ അവരിലേക്ക്, സാധാ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. മുഖ്യ കാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ ഭരണകാര്യങ്ങളിലെ തലവനെയാണ് മുഖ്യ കാസി എന്ന് പറയുന്നത്. ഈ മുഗൾ ചക്രവർത്തിമാർ അവരുടെ കാലഘട്ടങ്ങളിൽ ഈ മതപരമായ കാര്യങ്ങൾ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭരണത്തിൽ ജനങ്ങളുടെ ഒരു മതിപ്പ് പലപ്പോഴും ഇത്തരം രാജാക്കന്മാർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ മതപരമായ കാര്യങ്ങളിൽ നീതി പുലർത്തുവാൻ മുഖ്യ കാസിമാർ ശ്രമിച്ചിരുന്നു. അത്തരം കാസിമാർക്കും കുറേയധികം കാലം ആ സ്ഥാനങ്ങളിൽ ഇരിക്കുവാനുള്ള അവസരവും ലഭിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നിയമ നീതിന്യായ ഭരണം. നിയമവ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ കോടതികളൊക്കെ ഉണ്ടല്ലോ അല്ലേ, നമ്മൾ പ്രാദേശിക കോടതികൾ, ജില്ലാ കോടതികൾ, പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി എന്നൊക്കെ പറയുമല്ലോ. ഈ കാലഘട്ടങ്ങളിലും ഗ്രാമം മുതൽ ഇതുപോലെ രാജ്യ തലസ്ഥാനത്ത് വരെ എന്തുണ്ടായിരുന്നു? കോടതികൾ ഉണ്ടായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട നമ്മൾ ജഡ്ജി എന്നൊക്കെ പറയാമല്ലോ, അതാരായിരുന്നു? അവസാന അപ്പീൽ കോടതി രാജാവായിരുന്നു. നീതിന്യായ രംഗത്തെ അവസാന അപ്പീൽ കോടതി രാജാവായിരുന്നു. ഈ മുഗളന്മാർ അവരുടെ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണകാലഘട്ടങ്ങളിൽ വലിയ നീതിബോധം സൂക്ഷിക്കുന്ന ആളുകളായിരുന്നു. നീതിന്യായ വകുപ്പ് വളരെ കൃത്യമായി നടന്നിരുന്നു. അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് കാസി ആയിരുന്നു. കാസി അല്ലെങ്കിൽ സാദർ എന്ന പേരിലാണ് നീതിന്യായ വകുപ്പിൻ്റെ തലവനെ അറിയപ്പെട്ടിരുന്നത്. കാസി അല്ലെങ്കിൽ സാദർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ നീതി നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങൾ മുതലേ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് ഗ്രാമത്തലവന്മാരായിരുന്നു. ഇപ്പോൾ ഗ്രാമങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ഗ്രാമത്തലവനെ നിയമിച്ചിരുന്നു. ഇനി സർക്കാരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗളന്മാരുടെ കാലഘട്ടങ്ങളിലെ ജില്ലകൾക്ക് പറയുന്ന പേരാണ് സർക്കാരുകൾ എന്ന് പറയുന്നത്. ഈ സർക്കാരുകളുടെ ക്രമസമാധാന പാലനമാർക്കായിരുന്നു? ഫൗജ്ദാറിനായിരുന്നു. സർക്കാരുകളിൽ അല്ലെങ്കിൽ ജില്ലകളിൽ ചുമതല ഫൗജ്ദാറിനായിരുന്നു. നമ്മൾ ജില്ലാ മേധാവി, DYSP എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചുമതല ആർക്കായിരുന്നു? ഫൗജ്ദാറിനായിരുന്നു. ഇനി നെക്സ്റ്റ്, ഈ ഫൗജ്ദാർ സൈന്യത്തിലെ ഒരു കമാൻഡറായിരിക്കും. ചെറിയ കലാപങ്ങൾ അമർച്ച ചെയ്യുക, കവർച്ച സംഘങ്ങളെ ഒതുക്കുക തുടങ്ങിയ ജോലിയൊക്കെയാണ് ഫൗജ്ദാറിന് വരുന്നത്. ഇനി നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്നുള്ളത് മുഗളന്മാർ ആ നീതി വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്ന് കരുതിയിരുന്ന ഒരു വിഭാഗമായിരുന്നു മുഗളന്മാർ. അതുകൊണ്ട് തന്നെ വധശിക്ഷ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ചക്രവർത്തിയുടെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു വധശിക്ഷക്ക് വിധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഒപ്പിട്ട് നൽകണമല്ലോ. നമ്മൾ ദയാഹർജി കൊടുക്കുക എന്ന് പറയും രാഷ്ട്രപതിക്ക്. ആ ദയാഹർജിയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താക്കാൻ പാടില്ല? അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുവാൻ പാടില്ല, ഇന്ത്യ ശിക്ഷാ നിയമം പ്രകാരം.
ഇതുപോലെ ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാനോ വധിക്കുവാനൊക്കെ വധശിക്ഷക്ക് വിധിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ വധശിക്ഷക്ക് വിധിക്കുവാൻ കഴിയുകയുള്ളൂ, വധശിക്ഷ നടപ്പിലാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഇനി ഇവിടെ മുഗളന്മാരുടെ ഒരു പ്രത്യേകത, ഒരു സ്ഥിരം ജയിൽ സംവിധാനം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നീതിന്യായ വ്യവസ്ഥയിൽ വളരെ കണിശത പുലർത്തിയിരുന്ന വിഭാഗമായിരുന്നു മുഗളന്മാർ. ഈ വകുപ്പിൻ്റെ തലവനെ കാസി എന്ന് പറയും. ഇനി അവസാന അപ്പീൽ കോടതി ആരായിരുന്നു? രാജാവായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 138 പേജ് നോക്കൂ. അതിൽ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ, ഇവരുടെ വരുമാനത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ത് തന്നെയായിരുന്നു? ടാക്സ് ആയിരുന്നു. അതുകൊണ്ട് ഇവരുടെ വരുമാന സ്രോതസ്സുകളെ രണ്ടാക്കി തരംതിരിച്ചിരുന്നു. ഒന്നാമത്തത് കേന്ദ്ര വരുമാനം, രണ്ടാമത്തത് പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം. കേന്ദ്ര വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂനികുതി, കസ്റ്റംസ് ഡ്യൂട്ടി, കൊള്ള മുതൽ, സമ്മാനം, പൈതൃക സ്വത്ത്, ജിസിയ തുടങ്ങിയവയായിരുന്നു കേന്ദ്ര പ്രധാനപ്പെട്ട വരുമാനം. ഭൂനികുതി അറിയാലോ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത് കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ടാക്സ് ഈടാക്കും, അതാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൊള്ള മുതൽ, നമ്മൾ കൊള്ളടിക്കപ്പെട്ട മുതൽ, അതായത് നമ്മൾ മറ്റ് പ്രദേശങ്ങളൊക്കെ കീഴടക്കി കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ സമ്പത്ത് കൊള്ളയടിക്കും ഈ രാജാക്കന്മാർ. പിന്നെ അതുപോലെ അത് ഗവൺമെൻറ്റിലേക്കുള്ള വരുമാനമാണ്. പിന്നെ മറ്റൊന്ന് സമ്മാനം, മറ്റുള്ള രാജാക്കന്മാരൊക്കെ നൽകുന്ന സമ്മാനം. ഇനി പൈതൃക സ്വത്ത്, അതായത് കാലങ്ങളായിട്ട് മുമ്പുള്ള രാജാക്കന്മാർ കൈമാറി വന്ന സ്വത്താണ് പൈതൃക സ്വത്ത് എന്ന് പറയുന്നത്. ഇനി ജിസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ടാക്സ് കൊടുക്കണം, അതൊരു പ്രത്യേക നികുതിയാണ്. അവരെ ഈ രാജാക്കന്മാരുടെ സൈന്യം സംരക്ഷിക്കുമെന്ന ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്, ആ ഉറപ്പ് നൽകുന്നതിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് ഇവർ ജിസിയ എന്ന് പറയുന്ന ടാക്സ് കൊടുക്കുന്നത്. ഇത് പ്രധാനമായിട്ടും കേന്ദ്രത്തിലേക്കാണ് ഈ മുഴുവൻ പണവും പോകുന്നത്, മുഴുവൻ വരുമാനവും കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്കുള്ള GST, അതുപോലെ തന്നെ കേന്ദ്രത്തിലേക്കുള്ള GST അല്ലേ, GST പിരിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം കേരളത്തിലേക്കും ഒരു ഭാഗം കേന്ദ്രത്തിലേക്കും കൊടുക്കണമല്ലോ. ഇതേപോലെ തന്നെയാണ് ഈ വരുമാനം പൂർണ്ണമായിട്ടും കേന്ദ്രത്തിലേക്കുള്ളതാണ്. ഇനി രണ്ടാമത്തത് പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം. പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റും, ഓരോ സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഇങ്ങനെ പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം, ആ പ്രവിശ്യകളിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് അത് അവിടെ തന്നെ എന്ത് ചെയ്യണം, ചെലവാക്കണം. അതായത് ചെറുകിട നികുതികളായിട്ടാണ് പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനം പിരിച്ചിരുന്നത്. ഇപ്പോൾ ഭൂനികുതി, പ്രാദേശികപരമായിട്ടുള്ള ഭൂനികുതി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കർഷകരിൽ നിന്നൊക്കെ പിരിക്കുന്ന നികുതി, അതാത് പ്രവിശ്യകളിലെ സൈനികരുണ്ടായിരിക്കും, മറ്റ് ഭരണത്തിനൊക്കെ വേണ്ടി വരുന്ന ചിലവുകളുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലവഴിക്കും. മിച്ചം വരുന്ന തുക എവിടേക്ക് കൊടുക്കണം, കേന്ദ്രത്തിലേക്ക് കൊടുക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട വരുമാനം എന്തായിരുന്നു, ടാക്സാണ്. അതിനെ കേന്ദ്ര വരുമാനമെന്നും പ്രവിശ്യകളിൽ നിന്നുള്ള വരുമാനമെന്നും രണ്ടായി തരംതിരിച്ചിരുന്നു. ഇനി ഈ പ്രവിശ്യകളെ തന്നെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്, ജില്ലകളായിട്ട് അതുപോലെ തന്നെ ഗ്രാമങ്ങളാക്കിയിട്ട്, ടാക്സ് പിരിക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ ജില്ലകളിൽ നിന്നുള്ള പിരിവിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് അമൽ ഗുസാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അമൽ ഗുസാർ, അതായത് ജില്ലകളിൽ നിന്നുള്ള ടാക്സ് പിരിക്കുവാനുള്ള ചുമതല അമൽ ഗുസാറിനാണ്. ഇനി അതിൻ്റെ താഴെ ആരുണ്ട്, ഗ്രാമങ്ങളുണ്ട്, ഗ്രാമപഞ്ചായത്തുകൾ. അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്നാണ് ആദ്യം പിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും പിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എവിടേക്കെത്തും, ജില്ലയിലേക്കെത്തും. ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൊത്തം എല്ലാ ജില്ലകളും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എവിടേക്കെത്തും, പ്രവിശ്യകളിലേക്കെത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏറ്റവും താഴേക്കടയിൽ നിന്നുള്ള ഗ്രാമങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ജില്ലകളിൽ നിന്ന് അങ്ങനെ പ്രവിശ്യകളിലേക്ക് വരുമാനം എത്തുന്നു. പ്രവിശ്യകളുടെ ചിലവ് കഴിച്ചതിന് ശേഷം മിച്ചം വരുന്നത് എവിടേക്ക് കൊടുക്കണം, കേന്ദ്രത്തിലേക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ പ്രധാനപ്പെട്ട വരുമാന മാർഗം ടാക്സ് തന്നെയായിരുന്നു. ഇനി മുഗളന്മാരുടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റായിരുന്നു സൈന്യം അല്ലേ, മറ്റൊരു വിഭാഗമാണ് സൈന്യം.
മുഗളൻ രാജാക്കന്മാരുടെ അവരുടെ കീഴിൽ ഒരു സ്ഥിരമായിട്ടുള്ള വൻ സൈന്യത്തെ തന്നെ സംരക്ഷിച്ചു പോന്നിരുന്നു. ഇതിൽ ഈ സൈന്യത്തിൽ തന്നെ ഒരു അശ്വരൂഢർ എന്ന് പറയുന്ന പ്രത്യേക സൈന്യത്തെ രാജാവ് നിലനിർത്തിയിരുന്നു. അശ്വരൂഢർ, അതായത് നമ്മൾ കുതിരപ്പടയാളികൾ എന്ന് പറയുമല്ലോ, അശ്വരൂഢന്മാർ, നല്ല കഴിവുള്ള അശ്വരൂഢൻ കുതിരപ്പടയാളിയെ രാജാവ് പ്രത്യേകം നിലനിർത്തിയിരുന്നു. അത് ഈ രാജാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കൊക്കെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമല്ലോ, നമ്മൾ EZ കാറ്റഗറി എന്ന് പറയും. Z കാറ്റഗറി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് അശ്വരൂഢർ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം. രാജാവിൻ്റെ സംരക്ഷണമാണ് അവരുടെ ചുമതല ഉണ്ടായിരുന്നത്. ഇനി ഇവരുടെ സൈന്യത്തിൻ്റെ മൊത്തത്തിലുള്ള സൈനികർ എന്ന് പറയുന്നത് കാലാൾപ്പട ഉണ്ടായിരുന്നു. കാലാൾപ്പട, അതുപോലെ കുതിരപ്പട, ആനപ്പട, പീരങ്കി, നാവികസേന, ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈന്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈനികർക്ക് നല്ല കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള നേതാക്കന്മാരാണ് സൈനിക തലവന്മാരായിട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഇനി സൈനികരുടെ നേതാവ് എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും? ചക്രവർത്തി, സുൽത്താൻ അല്ലെങ്കിൽ ചക്രവർത്തി ആയിരിക്കും സൈന്യരുടെ ഏറ്റവും ടോപ്പിലുള്ള കമാൻഡർ, നേതാവായിട്ട് ഉണ്ടാവുക.